ഭക്ഷണത്തിന് ശേഷം നമ്മൾ പുറപ്പെട്ടു പോയത് ആദ്യ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കനോലി സാഹിബിന്റെ തേക്കും തോട്ടത്തിലോട്ടാണ്. മനുഷ്യനിർമ്മിത തേക്കും തോട്ടം, വളരെ പഴക്കം ചെന്ന തേക്കും തോട്ടം, ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. ഏതായാലും ഇവിടെ ജങ്കാറുണ്ട്, ജങ്കാറിന് ടിക്കറ്റ് എടുക്കണം. അതിന്റെ ഇത് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതാണ്. ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായത്, മനോഹരമായ തൂക്കുപാലം, അതൊക്കെ ഒലിച്ചു പോയി വെള്ളപ്പൊക്കത്തിൽ. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ കെട്ടി വലിക്കുന്ന ജങ്കാറാണ്. ഏതായാലും ജങ്കാർ യാത്ര ആസ്വാദ്യമാണ്. ഏതായാലും ഇവിടെ പ്രകൃതി മനോഹരമായ ഈ ഒരു ഇതില് ഒരു ഊഞ്ഞാല് സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം അവിടെ വെയിറ്റ് ചെയ്യുന്നവർക്ക് അത് വലിയൊരു ഇതാണ്. അങ്ങനെ ഞങ്ങൾ ജങ്കാർ കയറി. ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, അവരെ ഷൂട്ട് ചെയ്യാൻ ആളുകളൊക്കെ കണ്ടമാനുണ്ട്. നമ്മൾ അടിപൊളി വലിയ വലിയ തേക്കും തോട്ടങ്ങളാണ്, വലിയ തേക്കുകളുണ്ട്. വലിയൊരു ഇൻഫർമേറ്റീവായ ഒരു യാത്ര തന്നെ ആയിരുന്നത്. വലിയ ഇൻഫർമേഷൻ നമ്മളവിടെ പഠനാർഹമായ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വായിച്ചുകൊണ്ട് ഒരുപാട് പരിചയം ഇല്ലാത്ത ഒരുപാട് കാര്യത്തെ പരിചയപ്പെടാൻ പറ്റും. അതൊക്കെ തന്നെയാണല്ലോ യാത്രയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് കിട്ടാവുന്ന അറിവിന്റെ പകുതിയിലേറെ കിടക്കുന്ന യാത്രയിലാണ്. ഞങ്ങള് ജങ്കാറ് തിരിച്ചു വന്ന് ഞങ്ങൾ തിരിച്ച് ഊഞ്ഞാലിൽ ആട്ടം തുടങ്ങി. ആൾക്കാര് ജങ്കാറിൽ വന്ന് നമ്മളൊപ്പം വന്നവരൊക്കെ ഇറങ്ങി അവര് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോയി. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആട്ടം തന്നെ. ഞങ്ങൾ ഊഞ്ഞാലാടാൻ വന്നത് പോലെ ഉണ്ടായി. ഞങ്ങൾ ആട്ടം കണ്ടിട്ട് ആളെണ്ണം കയറി ആട് തന്നെയായിരുന്നു. ഏതായാലും ജങ്കാർ യാത്ര വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. നല്ല മീനുണ്ട്. ചാലിയാർ ഇതല്ലേ, ചാലിയാർ പുഴയല്ലേ, ചാലിയാർ പുഴയല്ലത് നിലമ്പൂർക്കാർക്കറിയാം. ചാലിയാർ പുഴ ആയിരിക്കും. ചാലിയാർ അല്ലാതെ വേറൊരു പുഴ അവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഏതായാലും വലിയ വലിയ തേക്ക്, നമ്മളെക്കാട്ടിയും ട്രിപ്പിള് വയസ്സുള്ള തേക്കുകളൊക്കെ കണ്ടിട്ട് നമ്മൾ പുറപ്പെട്ടു. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡന് കാര്യമായിട്ടൊന്നുമില്ല. നമ്മളവിടുന്ന് തിരിച്ച് പുറപ്പെട്ടു.